കുറച്ച് മുതലാളി അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അമ്മയെ വീട്ടിലാക്കിയിട്ട് താൻ ഇങ്ങോട്ട് പോന്നോ? കാലത്തൊക്കെ ഉറങ്ങി. തനിക്ക് എന്താണ് ഇവിടെ കാര്യം? മുതലാളിമാരെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞയച്ചത് അമ്മ തന്നെ. അതെ, വീട്ടിലെന്തൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. മുതലാളി വണ്ടിയുടെ കീ देवा अम्मा खरकट पावली आमता आवले एक बारन जावनो अंगड़ी पोटी करने विन एरकडेनु खाने केल्ला पुरो जाय तरनो राजा देव खाई अंगडेंद चांग तेरक्किद ओ पूटिकोने तोलु ഒത്തമ്പരി സാമ്പാറാച്ചോ ചാങ് പൊറുമുളു. കമ്മത്തിന്റെ ദോശയുടെ രുചി പാൽക്കാട്ട്കാർക്ക് ഇഷ്ടമായി. നല്ല ജോർ കച്ചവടമാണ്. അടുത്ത കട കോയമ്പത്തൂർ. ഇത്യാരെ കഷ്ടകാൻ സമ്പാദിച്ചു കർത്താ. സമ്പാദിക്കണല്ല, കമ്മത്തിന്റെ ഭക്ഷണത്തിന്റെ രുചി ലോകമാകമാനം അറിയണം. അതാണ് നമ്മളുടെ ഗുണം. രാജാ, ആരോ ഒരുത്തൻ അപ്പുറത്തെ വീട്ടിന്റെ മതിലിരിക്കുന്നു. വല്ല കള്ളന്മാരുമായിരിക്കും. അത് ആ മുനിസിപ്പൽ സെക്രട്ടറിയുടെ വീടാണ്. അഹങ്കാരി അനുഭവിക്കട്ടെ. ലഗ്ഗികർ കറാ പത്തേയില്ല. അമ്മിനെ വെച്ച് ഓങ്കാ തൂജും ചോയ് സെല്ല്. അയാൾ മത്തിൽ പൊക്കി സാടി. നീ ഒച്ച വെക്ക്. ഒച്ച വെച്ചാൽ അവൻ രക്ഷപ്പെടും. എന്തൊരു ശബ്ദം? വീട്ടിൽ കല്ലെറിഞ്ഞു. ഞാൻ കുളിക്കാൻ പോകുമ്പോഴേ ഒരുത്തൻ ആ മതിലിന്റെ പൊക്കത്തുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ പറയാ ഞാൻ വിചാരിച്ച എന്റെ കുളിസീൻ കാണാൻ വന്നതായിരിക്കും. കള്ളന്മാർ വരുന്നേ, കള്ളന്മാർ വരുന്നേ. തന്റെ തല ഈ കല്ല് കൊണ്ട് നമ്മൾ തള്ളി പൊട്ടിക്കും. നോക്കിക്കും. ഹലോ, പോലീസ് സ്റ്റേഷൻ. അപ്പുറത്തെ വീട്ടിലെ കമ്മത്ത് ഞങ്ങളുടെ വീടിന്റെ കല്ലെറിഞ്ഞു. അയാൾ ഈ പരിസരത്ത് എവിടെയുണ്ട്? പോയി നോക്കണോ. സാറേ, ഇയാളാണ് കള്ളൻ പത്രോസ്. ഇയാളാണ് വീടിന് കല്ലെറിയാൻ കൊടുത്തത്. ഇപ്പൊ അങ്ങനായോ? എന്റെ സാറേ, ഞാനല്ല, ഈ കമ്മത്ത് തന്നെയാണ് അറിഞ്ഞത്. കള്ളം പറഞ്ഞാൽ തന്റെ ബോൾ കാട്ടി നമ്മൾ സൗട്ടി പൊട്ടി. ഒന്നുമല്ല സാറേ, ഈ കമ്മത്ത് കല്ലെറിയുന്നത് ഞാൻ കണ്ടതാ. എങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് ഇവിടെ വരാൻ കൊടുത്തത്? അത് ഞാൻ കക്കാൻ കയറിയത്. അത് ശരി മാഡം, നമ്മൾ ചെയ്യുന്നത് ഉപകാരമാണ്. മാഡം അത് മനസ്സിലാക്കണം. മതി പോയി വണ്ടി കയറ. പോയി വണ്ടിയിൽ കയറണോ കള്ള. നീയും കൂടി കേറണം. കള്ളന്മാർ. എനിക്ക് സൈഡ് സീറ്റ് വേണേ. സൈഡ് സീറ്റ് കേറടാ. സാക്ഷിയെ പ്രത്യേകം നിയമമില്ല കേട്ടോ സാറേ. നിയമമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. കേറ്. ഓ സാറേ, ഇവിടെ ഇറങ്ങണോട്ട് വരിക. വലതുകാലം വെച്ചിറങ്ങ. ഈ ആളെ എന്തിനാണ് ജയിലിലിട്ടത്? അനധികൃതമായി മദ്യം വിറ്റതിന്റെ പേരിൽ അനിയനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. എല്ലാവരും ഉണ്ടല്ലോ. ഇരിക്കലൊക്കെ പിന്നെ മാറ്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്. എന്താണ് സാർ പ്രശ്നം? ഡ്രൈഡേയിൽ നിങ്ങൾ ഇവിടെ മദ്യം സപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ? കോൺസ്റ്റബിൾ സെർച്ച്. ഇത് നമ്മളുടേതല്ല, പുറത്ത് നിന്ന് വന്ന കള്ളാണ്. അയ്യോ അല്ല സാർ, ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാ. ഇരട്ടി വിലയും കൊടുത്തു. കള്ളം പറയുന്നുണ്ട്. കൽക്കുടിയന്മാരെ ചീറ്റിംഗ് ആണ്. ഇവിടെ കിടന്ന് ചീറ്റണ്ട. അതൊക്കെ കോടതി ബോധിപ്പിച്ചാൽ മതി. അത് ശരി, ഹോൾസെയിൽ ആണ്. എന്താണിത്? പോലീസുകാരന്മാരെ നമ്മളിവിടെ കൽവൽമാൻ കൊടുത്തിട്ടില്ല. അനധികൃതമായി കള്ള് വിറ്റ കുറ്റത്തിന് ജൂനിയർ കമ്പത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാളുടെ പേരിലുള്ള ചാർജ് എന്താ? മുനിസിപ്പൽ സെക്രട്ടറിയുടെ വീട് ആക്രമിച്ച കേസ്. കൂട്ടുപ്രതി കള്ളം പത്രോസ്. നന്നായി. നാളെ പത്രക്കാർക്ക് ഒരു വാർത്തയായി. കമ്മത്തുമാർ ഒരുമിച്ച് ഈ സെല്ലി കിടക്കട്ടെ. രാജശേഖര, ആ തൊണ്ടി മുതൽ ഒരിടത്ത് അകത്തോട്ട് വെച്ചേ. കമ്മത്തുമാരൊന്ന് ചവിട്ടി തിരുമണമെങ്കിൽ 2 എണ്ണം അകത്ത് ചെല്ലണം. എന്റെ മുതലാളിമാരുടെ ദേഹത്ത് ഒരു പോറല് വീണ നിന്റെ കുടുംബോടൊക്കെ എല്ലാത്തിനും ചവിട്ടി കൊല്ലും ഞാൻ. ഗോപിക്ക് മുകളിൽ ആകാശം, താഴെ ഭൂമി. അതിന് സെൻട്രൽ ജയിലിലായാലും അങ്ങനെ തന്നെയാ. രാത്രി ഏകദേശം 10:30 മണിയോടുകൂടിയാണ് എന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആ സമയം കളവിന് കയറിയ കള്ളം പത്രോസിന്റെ മൊഴി നിർണായകമാണ്.
എന്റെ വാർഡിലെ ഹോട്ടലിൽ തന്നെയാണ് ഈ അനധികൃത മദ്യവിൽപ്പന നടന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നുകയാണ്. ഹോട്ടൽ വ്യാപാരി അസോസിയേഷൻ പ്രസിഡന്റ് നിലയിൽ താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്ത് അഭിപ്രായമാണുള്ളത്? ഇത് ഞമ്മക്കും അപമാനമാണ്. കമ്മത്തുമാരുടെ മറ്റു ഹോട്ടലുകളെല്ലാം പൂട്ടിക്കാനാണ് അസോസിയേഷൻ തീരുമാനം. എന്തേ? എന്താടോ കമ്മത്തന്മാരുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം? സർ, ഇതാണ് ചാർജ് ഷീറ്റ്. കമ്മത്തെ, നമസ്കാരം. അവരെ എന്റെ റൂമിലേക്ക് കൊണ്ടുവരും. സർ, ഒരു നമസ്കാരം കൂടി. എന്താടോ ഇതൊക്കെ? ഇതിനൊന്നും കൂട്ടു നിൽക്കാനാവില്ല എനിക്ക്. സർ, അങ്ങനെ പറയരുത്. നമ്മൾ കമ്മത്തുമാർ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരാണ്. നമ്മൾ കള്ളം പറയാറില്ല, കള്ള് കച്ചവടം നടത്താറില്ല. ഇത് സതിയാണ് സാറേ. നമ്മളുടെ ആൾക്കാർ ആരും മതിൽ പൊക്കി നോക്കാൻ കൊടുക്കാറില്ല. ആരോ ഓർക്കേക്കണി നമ്മൾ അതിൽ പെടാൻ കൊടുത്തു. സത്യമായിരിക്കാം, പക്ഷെ തെളിവുകളൊക്കെ നിങ്ങൾക്കെതിരാണ്. ആ കള്ളം പത്രോസ് അവന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അയാൾ ഒരു കള്ള തിരുമാലിയാണ് സാർ. അയാളെ നോക്കി ഒന്ന് കണ്ണു ഉരുട്ടിയാൽ മതി, സംഗതി പറയാൻ കൊടുക്കും പുറത്ത്. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കൊടുക്ക് സാറേ, അവ സത്യ പറയും. നീ സത്യക്രിസ്ത്യാനിയല്ലേ? അല്ല, ഞാൻ കള്ളം പത്രോസാ. ദോ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ എടാ നീ നരകത്തിൽ പോവും. നീ സത്യം പറ, സെക്രട്ടറിയുടെ വീടിന് ആരാ കല്ലെറിഞ്ഞ്? ഈ കമ്മത്ത് സാറ്. സാർ ഒരു ഡിവൈഎസ്പി അല്ലേ? ഇങ്ങനെയാണോ കള്ളന്മാരെ ചോദ്യം ചെയ്യാൻ കൊടുക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ കള്ളന്മാർ സത്യം പറയില്ല. അതിന് വേറെ പണിയുണ്ട്. അയ്യോ, സത്യം പറയാൻ കൊടുക്കുന്നതാണ് തനിക്ക് നല്ല. അയ്യോ, ഇല്ലെങ്കിൽ തന്റെ തല പൊട്ടിച്ചെതറും. നോക്കി നിൽക്കുന്ന പൊട്ടിക്കണു. അവിടെ ഒരു മൊട്ടയും തലയും. പൊട്ടിച്ചാൽ പിന്നെ തലയില്ല നടക്കണായിരിക്കും തന്റെ തലവിധി. ഞാനെല്ലാം പറഞ്ഞോളാം. ഇയാൾക്ക് വേണ്ടിയാൽ പേടി അടിയാണ്. അടിച്ച് കൊല്ലുന്നത്. ഞാനെല്ലാം പറഞ്ഞോളാം. സാർ സാർ സാർ, ഫോൺ എടുക്കും. ഫോൺ തരാൻ കൊടുക്കും. ഷൂട്ടിംഗ് ആണല്ലേ? ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? തത്ത പറയണ പോലെ പറഞ്ഞാൽ നല്ല രസമായിരുന്നു. തത്ത പറയുന്ന പോലെ പറയാൻ പറഞ്ഞു. നടന്നതെല്ലാം ഞാൻ പറയാം. സുലൈമാൻ സാഹിബിന് വേണ്ടിയിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. കമ്മത്തുമാരുടെ ശ്രദ്ധയപ്പെടാൻ ഞാൻ 3-4 ദിവസമായിട്ട് സെക്രട്ടറിയുടെ വീടിന്റെ പരിസരത്ത് കാത്തു നിൽക്കുകയായിരുന്നു. സത്യം, ഇയാളൊരു ബുദ്ധിമാനായ കള്ളനാണ്. പറയാൻ കൊടുക്കടാ. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കാണിച്ച ഈ നീചമായ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നത് വരെ ഞാൻ നീതിക്ക് വേണ്ടി പോരാടും. സോറി മാഡം, കേസ് മറ്റൊരു വഴിത്തേരിലെത്തി. ഇതാ കള്ളം പത്രോസിന്റെ യഥാർത്ഥ മൊഴി. ഞാനാണ് കല്ലെറിഞ്ഞത്. സുലൈമാൻ സാഹിബിന് വേണ്ടിയിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. സത്യം. ഇപ്പൊ മനസ്സിലായില്ലേ ആരാ കല്ലെറിഞ്ഞെന്ന്? ബഹുമാൻപ്പെട്ട കൗൺസിലറും ബഹുമാൻപ്പെട്ട സുലൈമാൻ സാഹിബും ഒന്ന് മുന്നോട്ട് വരാൻ കൊടുക്കണം. ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. ഇത് നമ്മളുടെ ഹോട്ടലിൽ 24 മണിക്കൂറും റെക്കോർഡ് ചെയ്യുന്ന CCTV ക്യാമറ കാഴ്ചകളാണ്. ഒന്ന് കാണാൻ കൊടുക്കൂ. ഇത് തെളിവല്ലേ? തെളിവ്. ഇത് പുറത്തെ ക്യാമറ. ഇനി അകത്തെ ക്യാമറ വേറെയുണ്ട്. അയാളുടെ കാര്യം പോലീസുകാരന്മാർ നോക്കിക്കോളും. പണി നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സെക്രട്ടറി മാഡം, ഒരു കാര്യം പറയാൻ കൊടുക്കാനുണ്ട്. നമ്മൾക്ക് മാഡത്തിനോട് ഒരു ശത്രുതയുമില്ല. ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ ആ കള്ളൻ പത്രോസ് കല്ലെറിഞ്ഞപ്പോൾ നമ്മൾ കൈകൂട്ടി സിറിച്ചാണേ 2 കൈയും. അയാൾ പക്കമല്ലട പോയി സഹായിക്കെന്ന് പറഞ്ഞു വിട്ടത് നമ്മളുടെ അമ്മയാണ്. നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ വന്നു. മാഡം ആ കണ്ണുനീരിന് ഉത്തരം പറയാൻ കൊടുത്താൽ മതി. നമ്മളോട് വേണ്ട, ഈശ്വരനോട്. മാഡത്തിന് പോകാൻ കൊടുത്തോളൂ. സുലൈമാൻ സാഹിബേ, നമ്മൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്യാൻ കൊടുത്തത്? നമ്മൾക്ക് കച്ചവടം ചെയ്യാൻ ദോശയും ഇഡ്ലിയും സാമ്പാറും ഒക്കെ അല്ലേ ഉള്ളൂ. നിങ്ങൾ മുസ്ലിംസ് ആണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ കൊടുക്കുന്നത്.
നിങ്ങളുടെ ബിരിയാണി, നെയ്സോറ്, പത്തിരി, മട്ടൻ കറി, ഉണ്ണക്കായും ഒക്കെ മറ്റൊരു ജാതിക്കും അവകാശപ്പെടാൻ പറ്റില്ല. സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന എല്ലാ ഇസ്ലാമിന്റെ കടയിലും മറ്റു ജാതിക്കാരുടെ വലിയ തിരക്കല്ലേ, അവർ വരാൻ കൊടുക്കണ്ടല്ലോ. അതറിയാമല്ലോ സാഹിബിന്. സാഹിബെ 10 ദിവസം ബിരിയാണി തിന്നുന്നവൻ ഒരു ദിവസം ദോശ കഴിക്കാൻ കൊടുക്കട്ടെ. ഒരു ചേഞ്ചിന് നല്ല രസമായിരിക്കും. സാഹിബിന്റെ തൽസരി ബിരിയാണിയെ വെല്ലാൻ നമ്മുടെ ദോശയ്ക്ക് പറ്റില്ലല്ലോ. പിന്നെ ആ തിരുമേനി നിങ്ങൾക്ക് സ്ഥലം തരാൻ കൊടുക്കാത്തത് ശത്രുത കൊണ്ടല്ല. അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് ഉണ്ണി ഗണപതി. അതിൽ അന്യ സമുദായക്കാർക്ക് വിശ്വാസം കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് പാവൻ അത് നിങ്ങൾക്ക് തരാതെ നമ്മൾക്ക് തരാൻ കൊടുത്തത്. അല്ലേ? പാവമാണ്. സാഹിബ് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ നമ്മളുടെ സ്ഥലം സാഹിബിന്റെ കസ്റ്റമേഴ്സിന് കൂടി മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുകൊടുത്തനെ. നിങ്ങൾ ചോദിക്കാൻ കൊടുത്തോ? ഇല്ലല്ലോ. ഇത്രയും ദ്രോഹം ചെയ്തിട്ടും നമ്മൾ ദാ ഇപ്പോഴും പറയുന്നു, സാഹിബിന്റെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് കൂടെ നമ്മുടെ സ്ഥലത്ത് പാർക്ക് ചെയ്തോട്ടെ. എന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ സാഹിബിന്റെ ബിരിയാണി തിന്നണോ നമ്മളുടെ ദോശ തിന്നണോ. അതെ, നിങ്ങളുടെ പൂർവികന്മാരാണ് നമ്മൾക്ക് മലയാള നാട്ടിൽ അഭയം തന്നത്. ഒരു അപേക്ഷയുണ്ട്, നമ്മളെ വെറുക്കാൻ കൊടുക്കരുത്. ഒരു കാര്യം പറയാൻ കൊടുക്കാൻ മറന്നു. 2 ദിവസം നമ്മൾ ഇവിടെ ഉണ്ടാവില്ല. നമ്മളുടെ പുതിയ കടയുടെ കോയമ്പത്തൂർ കടയുടെ ഉദ്ഘാടനമാണ്. അതുവരയ്ക്കും കടയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പടച്ചോനോർത്ത് അങ്ങനെ പറയരുത്. നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലായി. എങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോളെ. നമ്മളത് നമ്മുടെ സ്വന്തം കട പോലെ നോക്കിക്കോളെ കമ്മത്തുമാരെ. അല്ല, കോയമ്പത്തൂർ കടയും കമ്മത്തന്മാര് തന്നെയാണോ ഉദ്ഘാടനം? അല്ലല്ല, അവിടെ നമ്മളല്ല, തമിഴ്നാട്ടിൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ കൊടുക്കും. അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഒരു സൂപ്പർ താരമാണ്, സൂപ്പർ സ്റ്റാർ ധനുഷ്. എല്ലാവർക്കും വണക്കം. എന്റെ എത്രയും പ്രിയപ്പെട്ട ശ്രീ ധനുഷ് അവർകളെ, പ്രിയപ്പെട്ട കോയമ്പത്തൂർക്കാർമാരെ, കോയമ്പത്തൂർക്കാരിമാരെ, ഈ കമ്മത്തിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ദോശ കടയുടെ ആരംഭിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ കൊടുക്കുന്നത്. നമ്മളുടെ ദോശയുടെ പരമാതമായ രുചി അറിയാത്ത മലയാളികളില്ല. ഈ രുചി നമ്മൾ തമിഴ്നാട്ടുകാർക്ക് കൂടെ കൊടുക്കുകയാണ്. നിങ്ങൾ നമ്മളുടെ 100 ദോശ തിന്നാൽ ഒരു ദോശ തിന്നാ മാതിരി. ரொம்ப സന്തോഷം. തമിഴാണ്, പക്ഷെ നമ്മൾ മലയാളത്തിലാണല്ലോ കേൾക്കാൻ കൊടുത്തത്. താൻ മലയാളിയായിട്ടാണ് അങ്ങനെ തോന്നുന്നത്. അതാണ്. ഒരു 2 വാക്ക് പറയാൻ നമ്മളുടെ സൂപ്പർ സ്റ്റാർ ധനുഷ് സാറിനെ ക്ഷണിക്കാൻ കൊടുക്കുന്നു. എനിക്ക് നമ്മളുടെ പേര് പറഞ്ഞോളൂ, നല്ല രസമായിരിക്കും. ഒരു ബൂസ്റ്റ് എനിക്കും കൊടുത്തോളൂ. സംസാരിക്കൂ. ദേവരാജ കമ്മത്ത്. எல்லாருக்கும் வணக்கம். போதும் போதும். உங்களை பார்த்ததில் எனக்கு ரொம்ப சந்தோஷமாக இருக்குது. இதுக்கு காரணமான கம்மத் பிரதர்ஸ்க்கும் கடவுளுக்கும் என்னுடைய நன்றி தெரிவிச்சுக்கிறேன். சொல்கிறேன். ஒரு மலையாளி தமிழ்நாட்டில் வந்து ஒரு ஹோட்டல் ஆரம்பிக்கிறதுங்கிறது ரொம்ப சந்தோஷமான ஒரு விஷயம். இப்போது பார்த்தீங்கன்னா நம்ம புரட்சி தலைவர், ஹீரோக்கெல்லாம் ஹீரோ எம்ஜிஆர் அவர்களும் ஒரு மலையாளி தான். அதே மாதிரி புனித உள்ளம் கொண்டவர், வில்லனுக்கெல்லாம் வில்லன் எம்என் நம்பியார் அவர்களும் ஒரு மலையாளி தான். ஏன் நம்மெல்லாம் பெருமையாக மார்த்தட்டிக்கிற நம்ம கமல் சார் கூட முதல்ல ஒரு மலையாள படத்தில் தான் நடித்தார். கம்மத் பிரதர்ஸோட ஹோட்டல் கேரளாவில் ரொம்ப ஃபேமஸான ஒரு தேவராஜ கம்மத். சொல்கிறேன். கம்மத் பிரதர்ஸோட ஹோட்டல் கேரளாவில் ரொம்ப ஃபேமஸான தலப்பாக்கட்டு பிரியாணி, திருநெல்வேலி அல்வா, ஏன் நாயர்கடை சாய் மாதிரி இந்த கம்மத் பிரதர்ஸோட தோசை கூட ஃபேமஸ் ஆகிடும்னு நினைக்கிறேன். ராஜராஜ கம்மத், ஓகே. தேவராஜ கம்மத், ஓகே. இவங்க 2 பேரும் சேர்ந்து ஆரம்பிச்சிருக்க இந்த ஹோட்டல் ரொம்ப சக்ஸஸ்ஃபுல்லாக வரணும்னு கடவுளை வேண்டிக்கிறேன். கம்மத் சார், எனக்கு ஒரு ஆசை, ஒரு மலையாள படத்தில் நடிக்கணும்னு. யாராவது சினிமாவில் ஃப்ரெண்ட்ஸ் இருந்தால் சொல்லுங்கள். நம்மளுக்கு நோக்கியாலோ டைம் நல்லா இருக்கு.
டைம் நல்லா இருக்கு ஸோ ஹோட்டல் இனாகிரேட் பண்ணிடலாம்னு நினைக்கிறேன் സിസേഴ്സ് ഇവിടെ നമ്മൾ കത്രിക കൊണ്ടല്ല ഉദ്ഘാടനം നടത്തുന്നത്. ഇവിടെ നമ്മൾ ഒരു ദോശ സുട്ടിട്ടാണ് ഉദ്ഘാടനം നടത്തുന്നത്. മൂർത്തി ദോശയുടെ സെറ്റപ്പ് കൊണ്ടുവരാൻ കൊടുക്കണോ? അന്നു 2 ചെറി ഇവിടെ 2 ചെറി കണ്ണ് മാതിരി കൺവയ്ക്കാൻ കൊടുത്തു. കണ്ണ് മാതിരി. ആഹാ, ഇതാണ് നമ്മളുടെ ധനുഷ് സ്പെഷ്യൽ ദോശ. മെലിഞ്ചിരിക്കുന്നത് കൊണ്ടാണോ? അയ്യോ, അങ്ങനെ അല്ല. കണ്ടാൽ കണം കുറവായിരിക്കും, പക്ഷെ കളിച്ചാൽ നിങ്ങളുടെ മാതിരി നല്ല ജോറായിരിക്കും. പാട്ടെല്ലാം വരും. കൊൾബരി 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 ഡീ. ശരി, നോക്കി നോക്കി പോകൂ, ഉൾക്കൊള്ളാതെ. ശരി. നല്ല നെയ്റോസ് പോലെ ഒരാൾ, ഉള്ളിൽ ലഡ്ഡു. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറി മഹാലക്ഷ്മിയോടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇറങ്ങടി ഇങ്ങോട്ട്. നിന്നോട്ടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് വർഷം 3 കഴിഞ്ഞു. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. സുരേഖയെ വിട്ടുതരുന്നോ ഇല്ലയോ? ഞങ്ങൾ ആരും അവളെ പിടിച്ചു വെച്ചിട്ടില്ല. എന്ത് തീരുമാനിക്കാനുള്ള വിവരം വിദ്യാഭ്യാസം അവൾക്കുണ്ട്. ഇങ്ങനെ ഒരു ഒടങ്കല്ലി ന്യായവും പറഞ്ഞ് ഇനി ഒഴിഞ്ഞു മാറാന്ന് കരുതണ്ട. ഇന്ന് 2 അറിഞ്ഞിട്ട് എന്ന കാര്യം. സുരേഖ എന്റെ വീട്ടിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ തൂക്കിയെടുത്ത് വണ്ടിയിലിടാം. നിങ്ങൾ എന്ത് പോക്കറി കാണിക്കാൻ? നീയാണ് ചോദിക്കാൻ. അടിച്ച് കൊല്ലവനെ. അവരുടെ പുറകെ പുറകെ 2 ഗുണ്ടമാർ ഉണ്ടല്ലോ. എന്ത് പറ്റി മാഡം? എന്നെ രക്ഷിക്കണം. നിന്നെ ആരും രക്ഷിക്കില്ല. അവളെ ഞാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊന്നുകളയും. തടയാൻ ശ്രമിച്ചാ നിന്നെ ആരാണ് നിങ്ങൾ? എന്താണ് കാര്യം? അതെ, വഴിപോക്കർ ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. കുടുംബകാര്യം വീട്ടിലല്ലേ, റോട്ടിലല്ലോ. പിന്നെ ഒരു കാര്യം, ഒരാൾ ശത്രുവായാലും ശരി മിത്രമായാലും ശരി, നമ്മളുടെ സഹായം ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. അതാണ് നമ്മളുടെ മര്യാദ. ചവിട്ടി മണത്രേ. മാഡത്തിന് ഡ്രൈവർ ഉണ്ടോ? ഡ്രൈവറിനെ അവർ തല്ലി ഓടിച്ചു. എങ്ങോട്ടാണ് പോകാൻ കൊടുക്കുന്നത്? പാലക്കാട്. വിരോധമല്ലെങ്കിൽ നമ്മളുടെ കാറിൽ മാഡത്തിന്റെ കാർ കോപ്പി കൊണ്ടുപോകും. നമ്മളെ പേടിയുണ്ട്. പേടിക്കാൻ കൊടുക്കേണ്ട, നമ്മൾ വളരെ ഡീസന്റ് ആണ്. കയറാൻ കൊടുത്തോളൂ. അരെ ഗോപേ, ജോലി കളഞ്ഞ് മാഡത്തിന്റെ കാറുമായി പാലക്കാട് വരാൻ കൊടുത്തോളൂ. മുതലാളി പൊയ്ക്കോ, ഇതിപ്പോ ഫിനിഷ് ആവും. ആരാണ് അവർ? അവർ എന്തിനാണ് തന്നെ ഉപദ്രവിക്കാൻ കൊടുക്കുന്നത്? ആരെയാണ് അവർ കൊല്ലാൻ കൊടുക്കുമെന്ന് പറഞ്ഞത്? അത് എന്റെ സഹോദരി. സഹോദരിയുടെ ആരാണ് അയാൾ? വീട്ട് കോയമ്പത്തൂരാണല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും സഹോദരി മാത്രം. താൻ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ല അല്ലേ? എന്താണ് കല്യാണം കഴിക്കാൻ കൊടുക്കാത്തത്? സാഹചര്യം ഒത്തു വന്നില്ല. വീട്ടിൽ കുറച്ച് ഫാമിലി പ്രോബ്ലംസ്. നല്ല വെസ്പ. നമ്മളൊന്നും കളിച്ചിട്ടില്ല. പാലക്കാട് എത്തുമ്പോൾ നേരം ഒരുപാടാകും. നിങ്ങൾ വീട്ടിൽ നിന്ന് കളിച്ചിട്ടായിരിക്കും പോകുന്നതല്ലേ? അല്ല. അപ്പോ വിരോധമില്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലും കളിക്കാം. വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ പട്ടിണി കിടന്നുള്ളൂ, നമ്മൾ വയർ ഫുള്ളാക്കാം. അപ്പോൾ വിരോധമില്ല അല്ലേ? ഓക്കെ.
നമ്മൾ പ്യൂർ വെജിറ്റേറിയൻ ആണ്. അതിലാണ് കൂടുതൽ പച്ചക്കറികൾ. സർ ഓർഡർ. ഒരു വെജിറ്റബിൾ സൂപ്പ്, ഓക്കെ. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പിന്നെ ഗോബി മഞ്ചൂരി, 2 ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, പിന്നെ ഒരു വെജിറ്റബിൾ സാലഡ്. ഇത്രയും മതി. നമ്മൾ ഡയറ്റിലാണ്. അല്ല, നിങ്ങൾ ഓർഡർ ചെയ്തില്ലല്ലോ. ഇവിടെ നല്ല പോത്ത്, ആട്, കോഴിയെല്ലാം കിട്ടും. ഞാനും വെജിറ്റേറിയനാ. പക്ഷെ പൂത്തിറച്ചി തിന്നുന്ന ആൾക്കാർമാരുടെ ഒരു രീതിയുണ്ട് സംസാരത്തില്. ഓർഡർ ചെയ്തോളൂ, ഓർഡർ ചെയ്തോളൂ. എനിക്കൊരു കർഡ് റൈസ് മതി. ഓക്കെ മാഡം. സർപ്രൈസ്. എന്താ ഇവിടെ? ആഹാരം കളിക്കാൻ കഴിയാത്താണ്. ഞങ്ങള് തിരുപ്പതി പോകുന്ന വഴിയാ. ഹീസ് മിസ്റ്റർ രാജ, രാജരാജ കമ്മത്ത്. ഹലോ. നമ്മൾക്ക് മനസ്സിലാക്കാൻ കൊടുത്തില്ല. ഓ സോറി, ഹീസ് മൈ ഹസ്ബൻഡ്. തെലുങ്കനാണ്. നമസ്കാരമുണ്ട്. ഹായ്. ഇതാരാ? വൈഫാണോ? അല്ല, ഒരു ഫ്രണ്ടാണ്. ഓ ഐ എം സോറി. ഓക്കെ മിസ്റ്റർ കമ്മത്ത്, സീ യു സം ടൈം. ബൈ, ടേക്ക് കെയർ. നന്നായിരിക്കട്ടെ. താങ്ക് യു. ആരാ അവര്? ആറ് റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട ബായ് എന്റെ ഭാര്യ ആയിരുന്നു. അപ്പൊ ഇപ്പൊ അല്ല. എന്തിനാ പിരിഞ്ഞേ? ഒരുപാട് സഹിക്കാനും പൊറുക്കാനുമുള്ള ത്രാണി വെങ്കട്പതി നമ്മൾക്ക് കൊടുത്തിട്ടില്ല. പ്രിയേണ്ടി വന്നു, പിരിഞ്ഞു. അതാണ് കാര്യം. എന്താണ് തനിക്ക് നോക്കുന്നത്? എന്ത് ലാഘവത്തോടു കൂടിയാ ഒരു ഡിവോഴ്സിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത്? അതും ഒരു കഥയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ കുറച്ച് കാശ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. എല്ലാവർക്കും വളരെ സന്തോഷം. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം. രാധിക, അതാണ് നമ്മളുടെ ഭാര്യയുടെ പേര്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാം ലണ്ടനിലാണ്. ആ കുട്ടി അവിടെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ രീതികളോടൊന്നും ഒത്തുപോകാൻ ആ കുട്ടിക്ക് കഴിച്ചല്ല. എന്റെ അമ്മയ്ക്ക് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, ജീവൻ. മോളെ, നമ്മളുടെ കുടുംബത്തിൽ ആരും ഇതുമാതിരി വസ്ത്രങ്ങൾ ധരിക്കാറില്ല. ഞാൻ എന്ത് ധരിക്കണോന്ന് ഞാൻ തീരുമാനിക്കും. അതിലാരും ഇടപെടേണ്ട ആവശ്യമില്ല. മോളെ പോതല്ലേ. ശല്യം. നമ്മളുടെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതി ആരും ഒന്നും പറയാൻ കൊടുത്തില്ല. എല്ലാം മറച്ചു വെച്ചു. ഒരു ദിവസം നമ്മൾ കോഴിക്കോട്ടെ ഒരു കട നോക്കാൻ പോയിട്ട് വരുമ്പോൾ അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായി. അയ്യോ, പറ്റി മോളെ. കുട്ടികളുടെ അച്ഛന് ഭയങ്കര നെഞ്ചുവേദന. ഉടനെ ആശുപത്രി പോണോ? മോളിന് കാറെടുക്കണേ. ഞാൻ മെഹന്തി ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ പുറത്തുനിന്ന് വല്ല ടാക്സി വിളിക്കും. അതിനൊക്കെ ഒരുപാട് നേരം എടുക്കും. മോള് കൈ കളിയിട്ടോ. നിങ്ങളൊന്ന് ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ മോളെ? റോഡിൽ ഇറങ്ങി ടാക്സി വിളിച്ച് ആസ്പത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. താൻ ഒരാൾ കാരണമാണ് നമ്മളുടെ അച്ഛൻ മരിക്കാൻ കൊടുത്തത്. അതെ, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരി ആവാനോ ഡ്രൈവർ ആവാനോ തന്തേ നല്ല നോക്കാനോ എന്നെ കിട്ടില്ല. ആ മുടിഞ്ഞ തള്ളിയും കൂടി ചെത്തിരുന്നെങ്കിൽ സമാധാനമായനെ. അയാളുടെ കർണം പൊട്ടിച്ചു ഒന്ന് കൊടുത്തു. അയാളും പൊട്ടിച്ചു താലി. പെറിഞ്ഞതിന്റെ നഷ്ടബോധം കുറ്റബോധവും നമ്മൾക്കുണ്ടായിട്ടില്ല. സോറി. എന്തിന്? അവര് വരേണ്ട സമയം കഴിഞ്ഞല്ല. ഇനി രണ്ടുപേരും കൂടി വല്ല ഹോട്ടലിൽ റൂം എടുത്തതാണോ? അതെ, ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത ആളാ എന്റെ മുതലാളി, അറിയോ? ഓ, എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് കിടക്കൂല. അപ്പൊ പിന്നെ അവരെത്തി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ തെകേന ജലാലിയേസക്ക് കൂറുകല്ലിൽ വെറുതെ ഒരു ഇഡ്ലി, കുറച്ച് സാമ്പാർ, കുറച്ച് സമ്മതിപ്പൊടി, അത് പോരെ. ഇത് ആരാണ് ഉണ്ടാക്കാൻ കൊടുത്തത്? അമ്മയല്ല, ഉറപ്പ്. ഇത്ര രുചിയില്ലാത്ത ആഹാരം അമ്മ ഉണ്ടാക്കാൻ കൊടുക്കില്ല. അയ്യേ, ഈ ചായ ഒരു തുള്ളി പോലും തിന്നാൻ പറ്റണില്ലല്ലോ. ഒരു രുചിയുമില്ല. ആ ഗോപി ആയിരിക്കും ഉണ്ടാക്കാൻ കൊടുത്തത്. അറേ ഗോപേ. അയ്യോ, എനിക്ക് തിന്നാൻ അറിയൂ, ഉണ്ടാക്കാൻ അറിയില്ല. ഒന്ന് ഞാൻ തർപ്പിച്ച് പറയാം, ഇത് ശത്രുരാജ്യത്ത് വന്ന ഭക്ഷണം. എന്ത്? ശത്രുരാജ്യത്ത് നിന്ന് വന്നതോ? താൻ എന്താണ് പറയാൻ കൊടുക്കുന്നത്? തനിക്ക് തലയ്ക്ക് ഓളമുണ്ടോ? നമ്മൾ നമ്മളുടെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ കൊടുത്തോളാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കണ്ട. ആർ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലാന്ന്? ഇപ്പൊ സാറല്ലേ പറഞ്ഞേ? അത് അമ്മയെ ചൂടാക്കാൻ ഇടയ്ക്ക് ഒരു തമാശ കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് അമ്മയെ സിറിപ്പിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. അത് ശരിയാ. ഇന്നലെ മുതലാളി ഒരു കോമഡി പറഞ്ഞിട്ട് ഞാൻ 2 ആഴ്ച ചിരിച്ചു. ഇനി ഒരാഴ്ച കൂടി ചിരിക്കും.
കാലത്തെ കുറങ്ങ തനിക്ക് പുറത്തു പോ. ഓ ചെറുപ്പം തൊട്ടേ അമ്മ അടുക്കളയിൽ കേട്ടിട്ടില്ല, അതുകൊണ്ട് പാചകത്തിൽ ഇത്തിരി പുറകോട്ടാ. വാചകത്തിൽ മുന്നോട്ടാണല്ലോ. അതിന് നിങ്ങൾ ചേട്ടനെ അനിയനും തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. കാലത്തെ കുറങ്ങ താൻ ഇതുവരെ പോകാൻ കൊടുത്തില്ല ആൽബലാതി. തനിക്ക് ഫ്രീ കൊടുക്കുമ്പോൾ താൻ വാ, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം പാചകം. നല്ല രസമായിരിക്കും. വെറുതെ പറഞ്ഞതാണ്, നിങ്ങൾ മിണ്ടി പറഞ്ഞിരിക്കൂ, നമുക്ക് തിരക്കുണ്ട്. വരട്ടെ. ടീച്ചേടും തുകച്ചും ചൈലിൽത്ത ഇത്തിക്ക് വിശേഷു ആ കുട്ടിക്കൊരു സഹായം ചെയ്യാൻ കൊടുക്കാൻ. എന്ത് സഹായമാണ് നമ്മൾ ചെയ്യാൻ കൊടുക്കേണ്ടത്? പറയടോ. അത് എന്റെ കൂടെ ഒന്ന് കോയമ്പത്തൂര് വരെ വരുമോ? ബോഡി ഗാർഡായിട്ടാണോ? അയ്യോ അങ്ങനെയല്ല, എന്റെ സഹോദരിക്കൊരു പ്രോബ്ലം. ആണടുത്ത് സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ സഹായിക്കാൻ മാത്രം ബന്ധുക്കളൊന്നും ഇല്ല ഞങ്ങൾക്ക്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. നമ്മൾ പറ.